സദസ്സിലും വേദിയിലുമുള്ള ബഹുമാനിയെ പ്രിയപ്പെട്ടവരെ, ജനതാ ഐസ്ക്രീം പ്ലാന്റ് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ പറയുകയായിരുന്നു, ഈ ഓരോരുത്തരെ സ്വാഗതം പറയുമ്പോൾ ഈ പൂവ് തരുന്നതിന് പോലെ ഐസ്ക്രീം തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഐസ്ക്രീം കഴിച്ചില്ല നിർത്തി. വളരെ പ്രത്യേകതകളുള്ള ഒരു ഒത്തുചേരലാണ് നമ്മളെല്ലാം. ഒരു നാടിന്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ജനത വെള്ളൂർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ബദൽ. വെള്ളൂരിലെ ക്ഷീര കർഷകരുടെ പാല് സംഭരിക്കുവാൻ മാർഗമില്ലാതിരുന്ന കാലത്തൊരു ബദൽ എന്നുള്ള നിലയിലാണ് ഈ സ്ഥാപനം ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ക്ഷീരസംഭരണം മാത്രമല്ല, സംസ്കരണവും വിപണനവും ഈ ബദൽ സംരംഭത്തെ ഏറെ ശക്തിപ്പെടുത്തി. അതാണ് ജനതയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പയ്യന്നൂരിലെ വെള്ളൂരിലെ പുരോഗമന പ്രസ്ഥാനം ഈ നാടിനെ കൂടെ നിർത്തി വളർത്തിയെടുത്ത സ്ഥാപനമാണ് ജനത എന്നുള്ളത് നമുക്കറിയാം. 50 ലിറ്റർ പാലിൽ നിന്നും 50,000 ലിറ്റർ പാല് കൈകാര്യം ചെയ്യുന്ന കാർഷിക സംരംഭമായി ജനത വികസിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. 80 ജീവനക്കാർ, 2000 ക്ഷീര കർഷകർ, 5500-ലധികം പാൽ വിൽപ്പന ഏജന്റുമാർ, ഇങ്ങനെ ഈ വലിയ ശൃംഖലയുടെ ഭാഗമായി നിരവധി പേർ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ നേട്ടം. ഞാനിതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഐസ്ക്രീം പ്ലാന്റ് നേരിട്ട് കാണുന്നത്. ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ വഴികൾ സ്വീകരിച്ച് ഏതൊക്കെ വഴികളിലൂടെ പോകണമെന്നുള്ളത് വേറെ മനസ്സിലാക്കി. നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ വൈവിധ്യമാർന്ന ഇടപെടലുകൾ നടത്തി രാജ്യത്തെ ഏതൊരു സഹകരണ പ്രസ്ഥാനത്തിന് മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ഒരിക്കലും നാം എത്തിപ്പെടുമെന്ന് കരുതാത്ത മേഖലകളിൽ കൂടി സഹകരണ പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ തൊഴിൽ മേഖലയും സ്പർശിക്കുന്ന തരത്തിൽ സഹകരണ സ്ഥാപനം കേരളത്തിൽ മുന്നോട്ട് പോകുന്നു. കാർഷിക മേഖല, വ്യാവസായിക മേഖല, IT തുടങ്ങി നിർമ്മാണ ഉൽപാദന മേഖലകളിൽ, ഉൽപ്പന്ന മേഖലകളിലൊക്കെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ സ്ഥാപനമായത് മാറി എന്നുള്ളതാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുമ്പോഴാണ് ഏതൊരു സ്ഥാപനവും പടർന്നു പന്തലിക്കുന്നത്. ജനകീയ സ്ഥാപനങ്ങളായി മാറുക എന്നുള്ളതാണ്, ജനങ്ങളുടെ വിശ്വാസ്യത നേടുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. ലക്ഷക്കണക്കിന് വരുന്നവർക്ക് മാന്യമായ നിലയിലുള്ള തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ജനത ഈ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു സ്ഥാപനമാണ്. 100 കോടി വാർഷിക വിറ്റുവരവിലേക്ക് ജനത മുന്നേറി എന്നുള്ളത് വേറെ എടുത്തു പറയേണ്ട കാര്യമാണ്. കർഷകരെ സംരക്ഷിക്കാൻ തുടങ്ങിയ സ്ഥാപനം ഇന്നും കർഷകരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. 60 വയസ്സ് തികഞ്ഞ ക്ഷീര കർഷകർക്ക് സൊസൈറ്റി സ്വന്തം നിലയിൽ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. ശേഖരിക്കുന്ന മുഴുവൻ പാലിനും ലിറ്ററിന് 2 രൂപ പ്രകാരം ഇൻസെന്റീവ് നൽകുന്നു. പശു വളർത്തൽ വായ്പ സബ്സിഡി നൽകുന്നു.
ഇങ്ങനെ ക്ഷീര കർഷകരുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ടാണ് ജനത സഞ്ചരിക്കുന്നത്. അതോടൊപ്പം പാലനുബന്ധ ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത് കേന്ദ്രീകരിച്ച് വൈവിധ്യവൽക്കരണം, ഒട്ടേറെ ബ്രാൻഡുകൾ ഐസ്ക്രീം രംഗത്തുണ്ട്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കരച്ചിൽ നിർത്താൻ വീട്ടുകാർ ഐസ്ക്രീം വാങ്ങിച്ചു തരാനുള്ളത്. അങ്ങനെ ഐസ്ക്രീമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നൊരു കുട്ടി വളരെ ചെറുപ്പത്തിലെ പഠിച്ചു പോകുന്ന നിലയാണ്. അതിന് പല ബ്രാൻഡുകളുണ്ട്, ഇപ്പോൾ പലത് കാണാനില്ല. കേരളത്തിലെ ഐസ്ക്രീം ബ്രാൻഡുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാൻഡായി ഐസി മൂൺ ബ്രാൻഡിന് മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് വ്യക്തിപരമായി ബന്ധമുള്ള സംഘടനാ പ്രവർത്തന അനുഭവത്തിന്റെ ഭാഗമായി വ്യക്തിപരമായ ബന്ധമുള്ള ഒരുപാട് പേരുണ്ട്. സ്വന്തം ശരീരം വിട്ട് ഇനിയിപ്പോൾ ഐസ്ക്രീം അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള നിലയിൽ വരാതെ കഴിക്കാൻ നിൽക്കേണ്ടതില്ലെന്ന് അതിൽ പലരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഐസ്ക്രീം തീർച്ചയായിട്ടും കഴിക്കുന്നത് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മധുരം എന്നുള്ളത് മാത്രമല്ല, തണുപ്പും മധുരവും ഒക്കെ കൂടി ചേർന്ന് സന്തോഷത്തിൽ പങ്കുവെക്കുന്നത്. ആ നിലയിൽ ജനതയ്ക്ക് ഇതൊരു നല്ല ബ്രാൻഡാക്കി മാറ്റി തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വന്തം നിലയിൽ കൂടി പാലുൽപാദനത്തിന് ഹൈടെക് ഫാം എന്ന ലക്ഷ്യവും കൈവരിക്കുവാൻ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാ നിലയിലുള്ള പിന്തുണയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ നിങ്ങളുടെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത്. നമുക്ക് ഞങ്ങളുടെ ആഗ്രഹമായി കോടിക്കണക്കിന് രൂപ തുടക്കത്തിൽ തന്നെ മുടക്കി അതിൽ സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചില്ല എങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് പോകും എന്ന് കണ്ടുകൊണ്ട് പട്ടാരൂരിലെ നടത്തി അവിടെ നമ്മുടെ ബ്രാൻഡിൽ ജനതയ്ക്ക് ചേർക്കുകയും വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ഇത് ലഭിച്ചത്. ശ്രീ വി നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ ഭാസ്കരൻ വാർഡ് കൗൺസിലർ കൂടിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായിട്ടുള്ള ദാസൻ, ഷോട്ടി, ഇ പി പ്രഭാകരൻ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. മനുപ്രകാശ എല്ലാ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട വളരെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. ഫ്രണ്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുള്ള ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ പി എം മുഹമ്മദ് റിയാസ്, ജനതയുടെ